തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കി കളിക്കുകയാണ് എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ലീഗിനെതിരെ സാമ്പാർ മുന്നണിയുണ്ടാക്കി വിജയം നേടാൻ ശ്രമിച്ചവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. കുറഞ്ഞ സമയത്തിന് ശേഷമാണ് കാർഡ് മാറ്റിയതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന മൈനോറിറ്റി കാർഡ് പെട്ടെന്ന് മാറ്റി മെജോറിറ്റി കാർഡാക്കി മാറ്റിയപ്പോൾ ഇത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചോർച്ച ഉണ്ടായി. അതുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിന് വലിയ വൈദഗ്ധ്യമൊന്നും വേണ്ട. സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അതീതമായിട്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നുണ്ട്. UDFനെ ആണ് ജനങ്ങൾ കാണുന്നത്, അല്ലാതെ BJP ഒന്നുമല്ല. ലീഗിനെതിരെ സാമ്പാർ മുന്നണി വെച്ച് സാമ്പാർ വിളമ്പി അവിടെയും ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ജയങ്ങളുണ്ടാക്കി. എന്നാൽ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഒരിക്കലും തീവ്രവാദത്തോടും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ലീഗിനോടാണ് താന്നൂരിൻ്റെ മണ്ണിൽ വെച്ച് ഇത് രണ്ടിനെയും ഒരുമിപ്പിച്ച മണ്ണിൽ വെച്ച്, പൊന്നാനിയുടെ മണ്ണിൽ വെച്ച് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. വാക്ക് അറമ്പറ്റിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് മനസ്സിലായി വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ആ മുന്നണിക്കൊന്നും ഒരു ഫ്യൂച്ചറില്ല. തീർച്ചയായും UDFൻ്റെ ഒരു ടൈമാണ് വരാൻ പോകുന്നത്.